ഈ വൈറൽ പെൺകുട്ടിയുടെ വിവാഹം, ഒരു ലവ് ജിഹാദ് വിവാഹം നടന്നല്ലോ. ആ വിവാഹത്തിൽ CPM നേതാക്കൾ പറയുന്നത് തങ്ങൾ അവിടെ പോയിട്ട് മാത്രമേ ഉള്ളൂ, ഈ വിവാഹം നടത്തിപ്പിലൊന്നും ഞങ്ങൾക്ക് ബന്ധമില്ല എന്നാണ്. അത് ശരിയാണോ? അതൊരിക്കലും ശരിയല്ല. ഒരു പുരിവാൽ കല്യാണത്തിൽ പെട്ടുപോയത് നിമിത്തമുണ്ടായ രക്ഷപ്പെടാൻ വേണ്ടിയുള്ള ഒരു ചില പറച്ചിലുകൾ മാത്രമാണിത്. CPM-ന്റെ യഥാർത്ഥത്തിലുള്ള കേരളത്തിലെ മുഖപത്രവും അല്ലെങ്കിൽ അവരുടെ ഔദ്യോഗികമായ TV ആണല്ലോ കൈരളി TV എന്ന് പറയുന്നത്. ആ TVയിലെ വിവാഹം നടന്നത് കഴിഞ്ഞ മാസം 11-ാം തീയതിയാണ്. 13-ാം തീയതിയിലെ കൈരളി TVയുടെ വെബ് പേജ് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു അവരുടെ തിരുവനന്തപുരത്തെ ലേഖകൻ എഴുതിയ ഒരു ആർട്ടിക്കിൾ ആ വെബ് പേജിൽ ഇപ്പോഴും ലഭ്യമാണ്. അതിൽ കൃത്യമായി പറയുന്നു CPM ആണ് ഈ വിവാഹത്തിന് നേതൃത്വം വഹിച്ചതെന്നും അതിന് ഇന്ന ആൾക്കാരായിരുന്നു ഉത്സാഹ കമ്മിറ്റിയായി പ്രവർത്തിച്ചത്. നമ്മൾ പ്രാദേശികമായി പറയുന്ന ഒരു പ്രയോഗമാണ് ഉത്സാഹ കമ്മിറ്റി എന്ന് പറയുന്നത്. അതിന് കൃത്യമായ ലേഖൻ ഇന്ന ആൾക്കാരുടെ പ്രാദേശിക ഇന്ന CPM നേതാക്കളായിരുന്നു ഇതിന്റെ ഉത്സാഹ കമ്മിറ്റി. ഗോവിന്ദൻ മാസ്റ്റർ, പൊതുവിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി, MP ആയിട്ടുള്ള പാർട്ടി സെക്രട്ടറി ആയിട്ടുള്ള A റഹീം തുടങ്ങിയവരുടെ അനുഗ്രഹാശിസ്സുകളോടുകൂടി അവരുടെ നേതൃത്വത്തിലായിരുന്നു വിവാഹം നടത്തിയെന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. പ്രാദേശിക CPM പ്രവർത്തകരായ 3-4 അഡ്വക്കേറ്റ്സ് ഉൾപ്പെടെയുള്ള ആൾക്കാരും ഈ ഉത്സാഹ കമ്മിറ്റി അംഗങ്ങളായി പ്രവർത്തിച്ചു എന്ന് വാർത്തയ്ക്കകത്ത് കൊടുത്തിട്ടുണ്ട്. അതിനെ വെല്ലുന്ന രീതിയിൽ എന്ത് മറുപടിയാണ് ഇവർക്ക് പറയാൻ ഒക്കുന്നത്? ആദ്യം ഇപ്പോൾ വിവാദമായപ്പോൾ കള്ളം പറയുന്നു. ആദ്യം കൃത്യമായ രീതിയിൽ കൈരളി TVയുടെ വെബ് പേജ് ഇന്നും അത് ലഭ്യമാണ്. അതിനെ അവർ മാറ്റിയാൽ എനിക്കറിയില്ല. ഇന്നും ലഭ്യമാണ്. അതിനകത്ത് വളരെ കൃത്യമായും സ്പഷ്ടമായും കിടപ്പുണ്ട് CPM നേതൃത്വം തന്നെയാണ് ഈ വിവാഹം നടത്തി കൊടുത്തതെന്ന്. അതിൽ കൂടുതൽ തെളിവ് വേണ്ട. അതായത് ഈ അഡ്വക്കേറ്റുമാരടക്കം ഈ സംഘത്തിൽ CPM-ന്റെ ഉത്സാഹ കമ്മിറ്റി, കല്യാണം നടത്തുന്ന കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നുവെങ്കിൽ അവർക്കപ്പോൾ അറിയാമല്ലോ ഈ പെൺകുട്ടിക്ക് ഇത്രയും പ്രായമായിട്ടില്ല എന്നുള്ളത്. അപ്പം മനഃപൂർവ്വം ചെയ്തതല്ലേ ഇത്? അതെ, ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിന്ന നിപ്പിൽ ആ പെൺകുട്ടികൾ അങ്ങോട്ട് ചെന്ന് ആ പെൺകുട്ടിയും ആൺകുട്ടിയും അങ്ങോട്ട് ചെന്ന് കല്യാണം നടത്താൻ പറഞ്ഞതല്ല. ദേശീയ പട്ടികവർഗ കമ്മീഷൻ തയ്യാറാക്കിയ ആ റിപ്പോർട്ടിനകത്ത് കൃത്യമായി പറയുന്നുണ്ട് ഈ വിവാഹം നടന്നതിന് ഒരാഴ്ച മുമ്പ് ഈ പെൺകുട്ടിയും ഈ ആൺകുട്ടിയും ക്ഷേത്രത്തിനെ സമീപിച്ച് കല്യാണം നടത്തി തരണമെന്ന് അഭ്യർത്ഥിച്ചിരുന്നതായിട്ട് ആ അമ്പലത്തിന്റെ പ്രസിഡന്റിന്റെ മൊഴിയുണ്ട്. ആ മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്ന സിവിൽ കോടതിയുടെ അധികാരമുള്ള ദേശീയ പട്ടികവർഗ കമ്മീഷനാണ്. എന്റെ കയ്യിൽ ഇരിപ്പുണ്ടത്. അതിനകത്ത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് നിഷേധിക്കാൻ ഒക്കുന്നൊരു വസ്തുതയല്ല. അന്നേരം ഒരാഴ്ച മുമ്പ് അപേക്ഷ കൊടുത്തപ്പോൾ ഇവര് ഏതെങ്കിലും രീതിയിൽ ആ മാതാപിതാക്കളെ ഒന്ന് ബന്ധപ്പെട്ടിട്ട് ഇങ്ങനൊരു അപേക്ഷ വന്നിട്ടുണ്ട്, ഒരു കുട്ടിയാണ്, കാഴ്ചയിൽ അതിന് ശൈശവമാണെന്ന് ഞങ്ങൾക്ക് തോന്നുന്നു, എന്താണ് നിങ്ങളുടെ അഭിപ്രായമെന്ന് പോലും ചോദിക്കാൻ തയ്യാറാവാതെ ഈ ഉത്സാഹ കമ്മിറ്റിക്കാർ പറയുന്ന PR വർക്കിന്റെ ഭാഗമായിട്ട് ഇവിടുത്തെ ചില SDPIയുടെ ഒക്കെ കയ്യടിയും വോട്ടും നേടാൻ വേണ്ടി നടത്തിയൊരു നാടകമാണ് ഈ പുലിവാൽ കല്യാണം. അതിനകത്ത് ഇവരൊക്കെ പെട്ടു. ഇവരെ പെടുക തന്നെ വേണം. കാരണം ധർമ്മമാണ് വിജയിക്കേണ്ടത്. ഇവരുടെ വീട്ടിലെ പെൺകുട്ടികളാണ് എങ്കിൽ ഇവർ ഇത്തരത്തിൽ ഉത്സാഹിക്കുമോ? 18 വയസ്സ് പൂർത്തിയായതാണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഇവർ ഉത്സാഹം കാണിക്കുമോ? ഒരിക്കലും കാണിക്കില്ല. ഇത് ശുദ്ധ തോന്നിയവാസമാണ്. അതേതായാലും വിനാശകാല വിപരീത ബുദ്ധി എന്ന് പറഞ്ഞ പോലെ, അതുപോലെ ദൈവത്തിന്റെ കൈ എന്ന് പറയുന്ന പോലെ കൈരളി TVയിൽ തന്നെ ഡിജിറ്റൽ തെളിവ് അവശേഷിപ്പിച്ചുകൊണ്ടാണ് ഈ കല്യാണം നടന്നിരിക്കുന്നത്. അതുകൊണ്ട് കൃത്യമായ രീതിയിൽ ഇത് ഇടപെടലുണ്ടാകും. മറ്റൊരു വലിയ ഒരു സംഭവം, ഈ കേസ് രാഷ്ട്രപതി, നമുക്കറിയാം നമ്മുടെ പ്രഥമ പൗരയായിട്ടുള്ള രാഷ്ട്രപതി ഒരു ഗോത്ര വിഭാഗത്തിലെ ആളാണ്. ആ ഗോത്ര വിഭാഗത്തിലെ ആ അമ്മയ്ക്ക് ഞാൻ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ സെക്രട്ടറി എന്നതിൽ ഇന്നലെ തന്നെ ഞാൻ ഒരു കംപ്ലൈന്റ് അയച്ചിട്ടുണ്ട് ഇതിനകത്ത് ഇടപെടണമെന്ന്. തീർച്ചയായിട്ടും അത് അവിടെ സ്വീകരിച്ചിട്ടുണ്ട്. അവരുടെ രാഷ്ട്രപതിയുടെ ഓഫീസിന്റെ ഭാഗത്തുനിന്നും ഇതിനകത്ത് കൃത്യമായ ഇടപെടൽ ഉണ്ടാകും. അതായത് ഇതിനകത്ത് വിവിധ വകുപ്പുകൾ വരുന്നുണ്ട്. ഒന്ന് SC/ST പീഡന നിരോധന നിയമം വരുന്നുണ്ട്, പോക്സോ വരുന്നുണ്ട്, തട്ടിക്കൊണ്ടുപോകൽ വരുന്നുണ്ട്, വ്യാജരേഖ വരുന്നുണ്ട്. അപ്പോ ഈ CPM നേതാക്കൾക്ക് നിസാര ശിക്ഷയല്ലല്ലോ, വലിയ ശിക്ഷ ലഭിക്കില്ലേ? അതെ, ഒരു 100 വർഷക്കാലം അകത്ത് കിടക്കത്തക്ക വകുപ്പുകളെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒരു കാര്യം കൂടെ ഉണ്ട്. മധ്യപ്രദേശിലെ മതങ്ങളുമായി ബന്ധപ്പെട്ട ഒരു വകുപ്പ് ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. അതെ, അപ്പോൾ വളരെ ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യമാണ് ചെയ്തിരിക്കുന്നത്. ഇതിൽ പങ്കെടുത്ത മിക്കവാറും എല്ലാവരും അഡ്വക്കേറ്റുമാരാണ്. ശിവൻകുട്ടിക്ക് LLB ബിരുദധാരിയാണ്, A റഹീം അഡ്വക്കേറ്റാണ്. അപ്പോൾ ഇങ്ങനെ ഇവർക്ക് നിയമം അറിഞ്ഞുകൂടാതെ ചെയ്തതല്ല. നിയമം അറിഞ്ഞുകൂടാന്ന് പറയാൻ കഴിയില്ല, എങ്കിലും നിയമം അറിഞ്ഞുകൂടാതെ അല്ല ചെയ്തിരിക്കുന്നത്, കൃത്യമായ ബോധത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഇത് ഈ തിരഞ്ഞെടുപ്പിൽ നടത്തിയ ഒരു പ്ലാൻ അല്ലേ ഈ പറയുന്ന ന്യൂനപക്ഷവുമായിട്ട് ബന്ധപ്പെട്ട്? ഇതാണ് റിയൽ കേരള സ്റ്റോറി. ആ കൈരളി TVയുടെ വാർത്തയ്ക്കകത്ത് തന്നെ ഉണ്ട്. ഇതാണ് യഥാർത്ഥ കേരള സ്റ്റോറി എന്ന് സ്ഥാപിക്കാനുള്ള ഒരു വ്യഗ്രതയിൽ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ ഒരു സംഭവമാണ്. പക്ഷേ പാളിപ്പോയി.
താങ്കൾ പറഞ്ഞതുപോലെ ഇഗ്നറൻസ് ഓഫ് ലോ ഇസ് നോട്ട് ആൻ എക്സ്ക്യൂസ് എന്ന് പറയും. പക്ഷെ ഇതിനകത്തെ റഹീം അഡ്വക്കേറ്റിന്റെ അത് അഡ്വക്കേറ്റ് ആണെന്ന് പേരിന്റെ മുമ്പിലുണ്ട്. ശിവൻകുട്ടി സമ്മതിച്ചിട്ടുണ്ട് LLB പഠനം പൂർത്തിയാക്കിയതാണെന്ന്. ഈ കൈരളി ടിവിയിലെ വാർത്തയിൽ തന്നെ 4 പ്രാദേശികമായിട്ടുള്ള CPM നേതാക്കൾ അഭിഭാഷകരാണ്. അന്നേരം ഇതൊന്നും പറയാനൊക്കത്തില്ല. ഇത് ഞങ്ങൾ അറിഞ്ഞില്ല, കേട്ടില്ല, കണ്ടില്ലെന്നൊന്നും പറയാൻ പോക്സോയില് അതിനകത്ത് ഒരു ഇതുമില്ല. കാരണം പോക്സോയിൽ ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചു, എനിക്ക് അറിയത്തില്ലായിരുന്നു, അതിന് 16-18 വയസ്സ് താഴെ ആയിരുന്നുകൊണ്ടാണ് എനിക്ക് അറിയത്തില്ലായിരുന്നു, അബദ്ധം പറ്റിയതാണെന്ന് ഒരു പ്രതിക്കും പറയാനൊക്കത്തില്ലല്ലോ. ഇത് കൃത്യമായി ആശുപത്രിയിലെ പ്രസവത്തിന്റെ രേഖ വളരെ കൃത്യമായി കിടപ്പുണ്ട്. ഇത് ജനിച്ചത് 30/12/2009 എന്ന് വളരെ കൃത്യമായി കിടപ്പുണ്ട്. അപ്പൊ ഇത് മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഒരു സാധാരണക്കാരനായിട്ട് ഞാൻ ചോദിക്കുകയാണ്, ഇത് അപ്പൊ ലവ് ജിഹാദ് നടപ്പിലാക്കാനായിട്ട് CPM ആണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രവർത്തനം നടത്തുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ലേ? താങ്കൾ ആ വാക്ക് സൂചിപ്പിച്ചത് വളരെ കൃത്യമാണെങ്കിൽ ഞാൻ അതിനകത്ത് നെഗറ്റീവായ ഒരു അഭിപ്രായമാണ്. ഇത് ലവ് ജിഹാദ് അല്ല, ഇത് ട്രാപ്പ് ജിഹാദാണ്. കാരണം ആ കുട്ടിയുടെ അച്ഛന്റെ മൊഴി കൃത്യമായി കിടപ്പുണ്ട്, പട്ടികവർഗ കമ്മീഷനിൽ കൊടുത്തത്. ആ മൊഴിക്കകത്ത് പറയുന്ന ഒരു കാര്യം, ഈ കുട്ടിയെ ലൈംഗികമായി ചൂഷണം ചെയ്തുകൊണ്ട് ഇതിന്റെ നഗ്ന ചിത്രങ്ങൾ ഈ തട്ടിക്കൊണ്ടു വന്ന വ്യക്തി എടുത്തിട്ടുണ്ട് എന്ന് കൃത്യമായ മൊഴി പട്ടികവർഗ കമ്മീഷൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനെ ട്രാപ്പിലാക്കിയാണ് ഇത് നടന്നതിന്റെ കൃത്യമായ തെളിവ് അവശേഷിക്കുകയാണ്. അതായത് ഭീഷണിപ്പെടുത്തിയാണ് ഈ പെൺകുട്ടിയെ വിവാഹം കഴിച്ചിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ്. ഭീഷണിയല്ല, അതിനെ ബ്ലാക്ക്മെയിൽ ചെയ്താണ് വിവാഹം കഴിച്ചിരിക്കുന്നത്. അങ്ങനെ തന്നെ കിടപ്പുണ്ട്. എന്റെ അതിന്റെ രേഖ പട്ടികവർഗ കമ്മീഷന്റെ റിപ്പോർട്ട് കൃത്യമായി കിടപ്പുണ്ട്. അപ്പൊ ഇനിയും അറസ്റ്റ് വൈകേണ്ടതുണ്ടോ? CPM നേതാക്കളെ അറസ്റ്റ് ചെയ്യില്ലേ ഉടനെ? അല്ല, 22-ാം തീയതി കേരളത്തിലെയും മധ്യപ്രദേശിലെയും DGPമാരെ പട്ടികവർഗ കമ്മീഷൻ വിളിച്ചിട്ടുണ്ട്. അവരുടെ എന്താണ് അവിടെ നടക്കുന്നത് നമുക്ക് നോക്കാം. മറ്റൊരു പ്രത്യേകത, ഇന്ന് വരെ പ്രതികരിക്കാതിരുന്ന കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരൊക്കെ ഇപ്പൊ ഞങ്ങൾ പരാതി കൊടുത്തു എന്നും പറഞ്ഞ് പോസ്റ്റ് ഇടുന്നുണ്ട്. ഈ സംഭവം ഉണ്ടായതിന്റെ തൊട്ടടുത്ത ദിവസം മാർച്ച് 12-ന് കേരള DGPക്ക് ഞാൻ വിശ്വ ഹിന്ദു പക്ഷത്തിന് വേണ്ടി കൊടുത്ത പരാതി മാത്രമേ നാളിതുവരെ ഉണ്ടായിരുന്നുള്ളൂ. അത് അന്വേഷിക്കുകയോ ഇതുവരെ ചാർജ് കൊടുക്കുകയോ ചെയ്തു, ഒരു FIR ഇടുകയോ അവർ ചെയ്തിട്ടില്ല. കാരണം പേടിയാണ് പാർട്ടി നേതൃത്വത്തിന്. അത് CPM ഈ കേസ് അട്ടിമറിക്കാനുള്ള എന്തെങ്കിലും സാധ്യത കാണുന്നുണ്ടോ? പിന്നെ തീർച്ചയായിട്ടും അവർക്ക് കേസുകൾ അട്ടിമറിക്കുന്നതിനകത്ത് ഡോക്ടറേറ്റ് ഉള്ള വ്യക്തികളാണ് CPMന്റെ നേതാക്കന്മാരൊക്കെ തന്നെ. അവർ ഇതല്ല ഇതിനപ്പുറത്തെ കളി കളിക്കാനുള്ള ശ്രമം ഉണ്ടാകും. അപ്പോൾ ഇതിനെ കൃത്യമായിട്ട് ജനകീയമായിട്ടുള്ള ഒരു പ്രതിരോധം കൂടി ഇതിനകത്ത് വരേണ്ടതുണ്ട് അല്ലേ? തീർച്ചയായിട്ടും ഹിന്ദു സമൂഹം പ്രതികരിക്കേണ്ടതുണ്ട്. ശക്തമായിട്ട് ഇതിൽ പ്രതികരിച്ചില്ലെങ്കിൽ നാളെ വീണ്ടും ഇത് ആവർത്തിക്കും. ഇവിടുത്തെ ഓരോ പെൺകുട്ടികളും ഇതുപോലുള്ള ആക്രമണത്തിനും പീഡനത്തിനും ഇടയാവാനുള്ള സാധ്യത കൂടിയുണ്ട്. തീർച്ചയായിട്ടും ശരിയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ ഇന്ത്യ ലൈവിന് നൽകുന്ന പിന്തുണയ്ക്ക് നന്ദി. നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് സബ്സ്ക്രിപ്ഷൻ ആയിട്ടാണ് ലഭിക്കേണ്ടത്. അതുകൊണ്ട് ദയവായി ഇന്ത്യ ലൈവ് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ ഇന്ത്യ ലൈവിന്റെ മറ്റൊരു ചാനലായിട്ടുള്ള C4N എന്ന ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. നിങ്ങൾ വീഡിയോകൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക, വീഡിയോകൾ മറ്റുള്ളവരിലേക്ക് വാർത്തകൾ ഷെയർ ചെയ്യുക, അവരോട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക.